ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തുടർ അറസ്റ്റിലേക്ക് ഉടൻ കടക്കാൻ SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗങ്ങളായ KP ശങ്കരദാസും N വിജയകുമാറും നിരീക്ഷണത്തിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ A പത്മകുമാറിന് പരിചയപ്പെടുത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി A പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെന്ന് സംശയം. A പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും നിർണായക സാമ്പത്തിക രേഖകൾ പിടിച്ചെടുത്തു. 24 ബിഗ് ബ്രേക്കിംഗ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്നലത്തെ പരിശോധനയിൽ നിർണായകമായ ചില സാമ്പത്തിക രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ തന്നെ പത്മകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഇടപാടുകൾ, അതിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട്, ഈ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കം? അവരെത്തി നിൽക്കുന്ന നിഗമനം ഏതു തരത്തിലാണ്? ഷഫീദ് റാവുത്തർ. റിജിത്ത, A പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ ആറന്മുളയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് അത് മണിക്കൂറുകൾ നീണ്ടിരുന്നു. ആ റെയ്ഡിൽ നിരവധി നിർണായക വിവരങ്ങൾ, രേഖകളടക്കം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും A പത്മകുമാറും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള രേഖകൾ SIT പിടിച്ചെടുത്തു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരം. പത്തനംതിട്ടയിൽ നടത്തിയ ചില ഭൂമി ഇടപാടുകൾ, അതേപോലെ തന്നെ ചില കെട്ടിടങ്ങൾ വാങ്ങിയതിലടക്കം SIT ഇപ്പോൾ പലതരത്തിലുള്ള ക്രമക്കേട് ആരോപിക്കുന്നുണ്ട്. കൂടാതെ അസ്വാഭാവികമായി A പത്മകുമാർ സ്വത്ത് സമ്പാദനം നടത്തിയെന്നൊക്കെയുള്ള കണ്ടെത്തൽ അതിപ്പോൾ SIT തെളിവടക്കം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, A പത്മകുമാറിൽ മാത്രം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അവസാനിക്കുന്നില്ല. മറിച്ച് മറ്റ് രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് KP ശങ്കരദാസും അതേപോലെ N വിജയകുമാർ, ഇവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും മുൻപ് ഈ രണ്ടുപേരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തത് A പത്മകുമാറാണ്. മാത്രമല്ല ദേവസ്വം യോഗത്തിൽ ഇത് വിശദീകരിച്ചത് പത്മകുമാറാണ്. ദേവസ്വം യോഗം അന്ന് തീരുമാനമെടുത്തത് പിന്നീട് ഇക്കാര്യം തീരുമാനിക്കാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൊടുത്തുവിടുന്നത് പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നുവെങ്കിൽ അതിനുശേഷം ഈ കൃത്രിമ രേഖകൾ അത് ഉണ്ടായി. മിനിറ്റ്സിലടക്കം എങ്ങനെയാണ് കൃത്രിമമായത് അത് വന്നതെന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല എന്നൊക്കെയുള്ള കാര്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും നൽകിയ മൊഴി. എന്നാൽ ആ മൊഴി ഏതെങ്കിലും തരത്തിൽ SIT വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നു മാത്രവുമല്ല, KP ശങ്കരദാസിനെയും വിജയകുമാറിനെയും വീണ്ടും തിങ്കളാഴ്ച ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കും. അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിനുശേഷമായിരിക്കും കടക്കുക. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ A പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുത്ത ആൾക്കാരെ കേന്ദ്രീകരിച്ചും നിലവിൽ ഇപ്പോൾ SIT അന്വേഷണം നടത്തുന്നുണ്ട്. റിജിത്ത. ഷഫീദ്, പത്മകുമാറിന് ശേഷം ആരിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ തന്നെ KP ശങ്കരദാസിനെയും N വിജയകുമാറിനെയും തിങ്കളാഴ്ച ചോദ്യം ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പ്രതിപക്ഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ റോളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുമ്പോഴും ആ ആരോപണം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ്, വഴിവിട്ട ബന്ധത്തിന്റെ തെളിവ് തന്റെ കൈവശമുണ്ട്, അറസ്റ്റിലേക്കടക്കം കടക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. അതിനിടയിൽ കടകംപള്ളിയെ കേന്ദ്രീകരിച്ച് SIT നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഷഫീദ് റാവുത്തർ. നിലവിലിപ്പോൾ ഇതുവരെയും അങ്ങനെ ഒരു സൂചനകൾ നമ്മളിൽ നിന്ന് വരുന്നില്ല. പക്ഷേ സ്വാഭാവികമായും A പത്മകുമാറിന്റെ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല. മാത്രമല്ല, മറ്റ് പ്രതികൾ അവരിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പേരുകൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി സ്വാഭാവിക നടപടി എന്നോണം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. പക്ഷേ നിലവിലിപ്പോൾ അവരുടെ വിവരങ്ങൾ അത് KP ശങ്കരദാസ്, N വിജയകുമാർ, ഒരു പക്ഷേ അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അന്നത്തെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ അത് മൊഴിയെടുക്കലോ ചോദ്യം ചെയ്യലോ ആയി മാറുമോ എന്ന കാര്യം നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. റിജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. A പത്മകുമാറിന്റെ വീട്ടിൽ നിന്നും നിർണായകമായ സാമ്പത്തിക രേഖകൾ പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണ സംഘം. അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് എന്നതടക്കമുള്ള നിഗമനങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. കൂടുതൽ പേരിലേക്ക്, കൂടുതൽ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.